Yes, Kirtana, good morning. Good morning, sir. Yes, good morning. Safira, good morning. Surya, good morning. Okay, but tomorrow the class will study again, right? ഇല്ല കീർത്തന ഇല്ല ഫാത്തിമ good morning. Good morning, sir. Yes, good morning, Soumya. Yes. Okay, Safira. നമുക്ക് തന്നിരിക്കുന്ന ഡയറക്ഷൻ അങ്ങനെയാണ് സഫീറ. യെസ്. അപ്പോ ദിസ് വിൽ ബി അവർ ലാസ്റ്റ് ക്ലാസ്. ത്യാഗരാജൻ, ഷാൻചോ, ഇതായിരിക്കും നമ്മുടെ ലാസ്റ്റ് ക്ലാസ്. ഓക്കെ. നോ പ്രോബ്ലം സഫീറ. ഓക്കെ ഷാൻചോ, താങ്ക് യു ഫോർ യുവർ കോംപ്ലിമെന്റ്. യെസ്. അപ്പൊ ഓക്കെ, നമുക്ക് ആരംഭിക്കാം. യെസ്, അതിനു മുമ്പ് എല്ലാവർക്കും ഞാൻ ഹൃദ്യമായിട്ടുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. നമ്മൾ തുടങ്ങിയപ്പോൾ കുറച്ചധികം പേരുണ്ടായിരുന്നു, അവസാനിച്ചിട്ട് 20-21 പേരിൽ ഒന്ന് അവസാനിച്ചു. യെസ്. പിന്നെ ഇതിന് പരീക്ഷ ഇല്ലാത്തത് കൊണ്ട് മിക്കവരും എന്ത് ചെയ്യും, ഒരു ലാഘവ ബുദ്ധിയോടുകൂടി എടുക്കും. യെസ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പല കുട്ടികൾ എന്നെ വിളിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ട്, സാറേ അത് നമുക്ക് ഒന്നുകൂടി ഒന്ന് കിട്ടുമോ, അല്ലെങ്കിൽ നമുക്ക് ഒന്നുകൂടി അതിനെ കുറിച്ച് അറിയാൻ എന്താ മാർഗം എന്ന് ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അതൊന്നുകൂടി ഇംഗ്ലീഷ് ഒന്ന് ഡെവലപ്പ് ചെയ്യാനായിട്ട് എന്താ മാർഗം എന്ന് ചോദിച്ചിട്ടുണ്ട്. യെസ്. അപ്പോ നിങ്ങൾക്ക് ഇംഗ്ലീഷിനോടൊരു താല്പര്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് മാത്രമാണ് ശ്രമിച്ചിട്ടുള്ളത്. അത് ഉണ്ടായി കാണും എന്ന് വിശ്വസിക്കുകയാണ്. യെസ്, സൗമ്യ. Sir. Okay, how are you, Soumya? I'm very sad, sir. Yes. How do you feel about our English class? What is your opinion? Yes, it was a good experience to me, sir. Yes. I like you very much. You improved my communication skills, sir. Yes. Now I am confident to speak in English. Yes. That's all, sir. Okay. Very good, Soumya. ഇനി then ഞാൻ വിളിക്കുന്ന കീർത്തന വിനോദ്. കീർത്തന. സാറേ, ഞാൻ പുറത്താ. ഒരു 5 മിനിറ്റുള്ളിൽ. ഓക്കെ. സനില വിഎസ്. സനില. ഓക്കെ. സനില, ഞാൻ ചോദ്യം ചോദിക്കുന്നത്, ഡു യു ലൈക്ക് ഗോയിങ് ടു ബീച്ച്? Do you like going to beach? B-E-A-C-H. Yes, I like. You like to go to beach. Very good. So, രണ്ടും മൂന്നോ വാചകമായിട്ട് ഉത്തരം പറഞ്ഞാൽ മതി. അടുത്ത്, what is your favorite way to celebrate your birthday? What is your favorite? എങ്ങനെ എന്ന് ചെയ്യുന്നതല്ല, നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള നിങ്ങളുടെ ബർത്ത്ഡേ ആഘോഷിക്കാനായിട്ട് നിങ്ങൾ എങ്ങനെ ആഘോഷിക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് വേ ടു സെലിബ്രേറ്റ് യുവർ ബർത്ത്ഡേ? അങ്ങനെ ആഘോഷിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളത് പോകട്ടെ. വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് വേ ടു സെലിബ്രേറ്റ് യുവർ ബർത്ത്ഡേ? നമുക്ക് പറയാം, ഐ വാണ്ട് ടു സ്പെൻഡ് വിത്ത് മൈ ഫ്രണ്ട്സ്. I don't want to spend with my friends. I want to be alone on that day. I want to go to some other places. What is your favorite way to celebrate your birthday? I want to spend with my family. With your family, yes. Family. Do you believe in the cutting of cake and distribution of some? No, cake cutting is no.
Not Cake cake cutting. cutting is not my favorite. Yeah, ഞാൻ അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. കേക്ക് കട്ടിംഗ് ഈസ് നോട്ട് മൈ ഫേവറേറ്റ്. ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ് കേക്ക് കട്ടിംഗ് ഓൺ ദാറ്റ് ബർത്ത്ഡേ. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ. യുവർ വേ ഓഫ് സെലിബ്രേറ്റിംഗ് യുവർ ബർത്ത്ഡേ. I want to make food and distribute to poor people. You want to make food and distribute it to poor people. Okay, ഒരു ചാരിറ്റിയാണ് അന്ന് സനിൽ ആഗ്രഹിക്കുന്നത് അല്ലേ? യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, എനിത്തിങ് മോർ? No, sir. പറഞ്ഞോളൂ സനില, എനിത്തിങ് മോർ? No, sir. നോ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ബർത്ത്ഡേ ആഘോഷിക്കുമ്പോഴേ വേറൊരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓരോ ബർത്ത്ഡേ കഴിയുമ്പോഴും നമ്മൾ കേക്കൊക്കെ മുറിക്കുമ്പോൾ വേറൊരു കാര്യം ഇവിടെ മറന്നു പോകുന്നൊരു കാര്യമുണ്ട്. ഒരു വർഷം കൂടി ആയുസ് കുറഞ്ഞു. കറക്റ്റ് ഇനി ഒരു വർഷം കുറയേ ഉള്ളൂ എന്നൊരു സാഹചര്യം കൂടി അതിൻ്റെ അകത്ത് വന്നു വരും. അപ്പൊ അത് നമ്മൾ ആരും ശ്രദ്ധിക്കാറില്ല. ഇനി ഒരു വർഷം കൂടി കുറവേ ആയുസുള്ളൂ, മരണം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒരു വർഷം കൂടി കുറവേ ഉള്ളൂ. ഓക്കെ സനില, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Have you ever tried yoga? Have you ever tried yoga? Yes, I tried yoga. Okay. Safira, very good. Yes, Safira is also tried yoga. Very good, very good. Okay. Yes, Safira like one. Safira, are you on duty? Yes, no problem. You just hear what I am saying. Okay. Yes, Sanjay Wilson. Hello, sir. Okay, Sanjay Wilson. I ask you one question. Do you believe in astrology? ASTROLOG, astrology. ജ്യോതിഷം. എന്തോ? ജ്യോതിഷം. ജ്യോതിഷം. Yes. അസ്ട്രോളജി ഒരു സയൻസ് എന്നാണ് പറയുന്നത്. അങ്ങനെ വെച്ച് നോക്കിയാൽ വിശ്വാസമുണ്ട്, പക്ഷെ വലിയ ഒരു വിശ്വാസം ഇല്ല. അപ്പൊ ഇൻ ബിറ്റ്വീൻ ആണ്, 50-50 അല്ലേ? പകുതി വിശ്വാസമുണ്ട്, പകുതി വിശ്വാസമില്ല അല്ലേ? Yes. Okay. Just stay as free. Yes, as it is Sanjay. Next question. ഈ ചോദ്യം ഞാൻ വേറെ ഒന്നിനോട് ചോദിക്കട്ടെ. How do you spend your Sunday? How do you usually spend your Sundays? എന്റെ സൺഡേ ആണോ ഉദ്ദേശിച്ചത്? സാധാരണഗതിയിൽ സാൻജോയില് സൺഡേ ദിവസം ആരംഭിക്കുന്നപ്പോൾ കോമൺ ആയിട്ട് ചെയ്യുന്നത് സൺഡേയിൽ മാത്രമുള്ള പ്രത്യേകത. Sunday very late for me. I will wake up very late on Sunday. Yes. പിന്നെ have you the habit of going to church or temple? No church. I go to my friends and hang out. Yes. പിന്നെ എന്തെങ്കിലുമൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇതുണ്ടാവില്ല, ഫുഡ് ടൈം ഡ്രൈവിംഗ് ഉണ്ടാവും. ഫുഡ് ടൈമിന് പോകും. പിന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മൂവി ഉണ്ടെങ്കിൽ മൂവി പ്ലാൻ ചെയ്യും. അതൊക്കെയാണ് സൺഡേസിലെ പരിപാടി. ഓക്കെ. അപ്പൊ ഈ ചോദ്യം ഞാൻ വേറെ ഒന്നിനോട് ചോദിക്കട്ടെ, നിങ്ങൾക്കും പറയാം. How do you spend your Sundays? Yes. Sanjo, are you good at dancing? No, you are not good at dancing. Are you enjoying cooking for others? Not for yes, you, for others. Yes, Safira. Okay. What do you say, Sanjo? Yes. Okay, very good. You like to cook for others? Yes. വലിയ കുക്കിംഗ് അറിയില്ല, മീൻസ് അത്യാവശ്യം ബൂസ്റ്റ് ചായ ഒക്കെ ഇട്ടാൽ. ഓക്കെ. സാൻഡോയില് ഉണ്ടാക്കാൻ അറിയാവുന്ന ഡിഷസ് ഏതൊക്കെയാണ്? ചിക്കൻ കറി അറിയാം, പിന്നെ എന്തെങ്കിലും തോരൻ അറിയാം, പിന്നെ അറിയാം. ഓക്കെ. പിന്നെ നൂഡിൽസ് അറിയാം. യെസ്. പിന്നെ നൂഡിൽസ് നൂഡിൽസ് റെഡിയാക്കാൻ അറിയാം. അങ്ങനെയൊക്കെ, അത്രയൊക്കെ ഉള്ളൂ.
ഓക്കെ കീർത്തന ഇത്രയും കാര്യങ്ങൾ അറിയാവുന്ന ഒരാളാണ്. യെസ്, ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. സഫീറക്കാണെങ്കിൽ ഇത് മാത്രമല്ല, ഷീ ആൾസോ നോസ് ഹൗ ടു മേക്ക് പൊറോട്ട. പൊറോട്ട ഉണ്ടാക്കാനും ആർക്കറിയാം? അറിയാം. യെസ്, ഓക്കെ 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 ഓക്കെ. ഇത് ഒരു കോമഡി ആയിട്ട് പറയാറില്ലേ, അടുത്ത ജന്മത്തിലും ഇതേ ഭർത്താവ് തന്നെ വേണോ അല്ലെങ്കിൽ ഒന്ന് മാറി വേണോ എന്ന് ചോദിച്ചാൽ എന്താ പറയാ? അവിടെയുള്ള വിവാഹിതരായ സ്ത്രീകളോട് ചോദിക്കും അല്ലെ. അപ്പൊ അവരെന്ത് പറയും? ഇത് തന്നെ മതി, വേറെ ഇനി വേണ്ട, ഇത് തന്നെ മതി എന്ന് പറയും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയണേ? എന്തുകൊണ്ടായിരിക്കും സൗമ്യ അങ്ങനെ പറയണേ? യെസ്, സൂര്യ സുരേന്ദ്രൻ. It is a comedy, sir. I think. Hello, sir. It's a comedy. ഓക്കെ 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 ഓക്കെ. It's not a real. It's not a reality. ഓക്കെ ഓക്കെ. സൂര്യ സുരേന്ദ്രൻ. സൂര്യ സുരേന്ദ്രനെ അത് തന്നെ പറയുള്ളൂ. ഹലോ സർ. യെസ്. സർ ഞാൻ കേട്ടില്ല, ഒന്നുകൂടെ പറയോ ചോദ്യം? ഞാൻ കേട്ടില്ല. അതെ, അടുത്ത ജന്മത്തിലും ഇതേ മനുഷ്യൻ തന്നെ നമ്മുടെ ഭർത്താവായിട്ട് മതി എന്ന് ചോദിച്ചാൽ, മതിയോ എന്ന് ചോദിച്ചാൽ മതി എന്നല്ലേ പറയുള്ളൂ. എന്തുകൊണ്ടാണ് എല്ലാ സ്ത്രീകളും അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചത്? ക്വസ്റ്റ്യൻ കേട്ടത് മാറിപ്പോയി, അതാ ഞാൻ അങ്ങനെ പറഞ്ഞു. ഞാൻ ഓക്കെയാണ്, മതി. മൈ ഹസ്ബൻഡ് ഈസ് ഓക്കെ. അങ്ങനെ ഇപ്പൊ അവര് രക്ഷപ്പെടണ്ട. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് ഈ ക്ലാസ് കൂടെ കഴിഞ്ഞപ്പോ ഇങ്ങനെ ചോദിച്ചിട്ട് ഞാൻ ഇത് തന്നെയാണ് സെലക്ട് ചെയ്തത് പറയാൻ വേണ്ടിയിട്ടാണ്. യെസ്, ഓക്കെ സഫീറ. അപ്പൊ സൂര്യയുടെ അഭിപ്രായം പറയൂ. Sir, I'm happy with my current life. ഞാനിപ്പോ പെർഫെക്റ്റ് ആണ്. എന്റെ ലൈഫ്, ഹസ്ബൻഡ്, ഫാമിലി, കിഡ് ആയിട്ട് ഓക്കെ ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ അത് തന്നെ അങ്ങോട്ട് തുടരട്ടെ എന്നാണ് പറയുന്നത്. യെസ്, ഇനി വേറെ ആർക്കെങ്കിലും അഭിപ്രായം പറയട്ടെ? സനില അഭിപ്രായം പറഞ്ഞോളൂ. സാൻജോ ത്യാഗരാജന് വിവാഹിതരായിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഞാനോട് ചോദിക്കാനിരുന്നത്. യെസ്, സനില, ഫാത്തിമ, ജിഷ്ണ അഭിപ്രായം പറയാട്ടോ. യെസ്, ഓക്കെ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാം, രണ്ടാമത് ഒരെണ്ണത്തിന് കിട്ടിയിട്ട് അതിന് ട്രെയിൻ ചെയ്തെടുക്കുന്നേക്കാൾ നല്ലത് ഇത് തന്നെയാണെങ്കിൽ കംപ്ലീറ്റ്ലി ട്രെയിൻഡ് ആണ്. ഇനി കുഴപ്പമില്ല, ഇനിയിപ്പോ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് അങ്ങനെ മുന്നോട്ട് പോകാം. സോ ഹൗ ഡു യു സാൻജോ ഈസ് വെരി യങ്. സാൻജോ പറയുന്നു, ഐ ആം വെരി ഹാപ്പി വിത്ത് മൈ ഹസ്ബൻഡ്. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, ഓക്കെ ഓക്കെ. അപ്പൊ സാൻജോ ഈസ് വെരി യങ്. ഓക്കെ ഓക്കെ, ഡോണ്ട് വറി, ബി ബോൾഡ്. യെസ്. അപ്പൊ സാൻജോയോട് വന്നു കഴിഞ്ഞാൽ ഞാൻ വേറെ ചോദ്യം ചോദിക്കാം, ഇവർക്ക് കൂടി കേൾക്കാം. സാൻജോ, ഇപ്പൊ ലാസ്റ്റ് ക്ലാസ് അല്ലേ, ഇനിയിപ്പോ ഏതായാലും ഇനി നമ്മൾ കാണുന്നില്ലല്ലോ. യെസ്, ഇനി നിങ്ങളിവിടെ കോൺവെക്കേഷൻ സെറമണിക്ക് വരുമ്പോഴേ നമ്മൾ തമ്മിൽ കാണണം. യെസ്. അപ്പൊ സാൻജോ, ഓക്കെ സഫീറ, ഹി ഈസ് പെർഫെക്റ്റ് ഫോർ മീ. ഗോഡ് ഹാസ് മേഡ് ഹിം ഫോർ യു സഫീറ. യെസ്. അപ്പൊ സാൻജോ വിവാഹിതനാവുമല്ലോ. സാൻജോ പറഞ്ഞില്ല, ഭാവിയിൽ വിവാഹിതനാവുമല്ലോ. പറഞ്ഞില്ല, അറിയില്ല, യേസ് തന്നെ വിചാരിക്കാം. അപ്പൊ ഞാൻ ചോദിക്കുന്നു, വാട്ട് ഈസ് യുവർ കൺസെപ്റ്റ് അബൌട്ട് യുവർ ഫ്യൂച്ചർ വൈഫ്? It is a good question, sir. Super question. Super question to Sanjo, sir. Yes, super question. What is your concept? ഇത് ഇവർക്കൂടെ കേൾക്കാം. കാരണം ഇവർക്ക് ഇപ്പൊ പറ്റില്ലെങ്കിലും ഇവർക്ക് വേണമെങ്കിൽ വേറെ ആർക്കെങ്കിലും പറയാം, ഇപ്പോഴത്തെ ട്രെൻഡ് ഇതാണ് കേട്ടോ എന്ന് പറയാനേ. മ്യൂച്വലി കമ്പയർ ചെയ്യുമ്പോൾ എന്റെ ഹസ്ബൻഡ് പെർഫെക്റ്റ്ലി ഓക്കെ, സോ ഐ ആം വെരി ലക്കി ടു ലിവ് വിത്ത് മൈ ഹസ്ബൻഡ്. ഓക്കെ കീർത്തന? യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ സാൻജോ, വാട്ട് ഈസ് യുവർ കൺസെപ്റ്റ് അബൌട്ട് യുവർ കൺസെപ്റ്റ്? സംഭവിക്കണമെന്നില്ല, അത് പോട്ടെ. അവർ കൺസെപ്റ്റ് അങ്ങനെയൊന്നുമില്ല, പെൺകുട്ടി ആയിരിക്കണം, അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കണം, മാത്രമേ ഉള്ളൂ. ഒരു അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കണം, പിന്നെ പെൺകുട്ടി ആയിരിക്കണം, പെൺകുട്ടി ആയിരിക്കണം, അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കണം, അത്രേ ഉള്ളൂ.
വരുന്ന ഒരു പെൺകുട്ടി ആയിരിക്കണം. ഓ വെരി ഗുഡ്. യെസ്, ഒരു ബ്യൂട്ടിഫുൾ ആയിരിക്കണം. പിന്നെ അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കണം. 3 ക്വാളിറ്റി ആയി. ഇനി പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലി ആയിട്ട് ഓക്കെ ആയിരിക്കണം, അത്രേ ഉള്ളൂ. എന്തോ അല്ലെ, ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ ഫാമിലി ഒക്കെ ആയിട്ട് ഓക്കെ ആയിരിക്കണം, അത്രേ ഉള്ളൂ. ഷീ ഷുഡ് അഡ്ജസ്റ്റ് വിത്ത് യുവർ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ 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 ഓക്കെ. അവിടെ നമ്മൾ ഈ സ്ത്രീകളിൽ നമ്മൾ അഭിനന്ദിക്കേണ്ട ഒരു കേസ് എന്താണെന്നറിയാമോ? സപ്പോർട്ടീവ് ആയിരിക്കണം. ഓക്കെ സഫീറ, സ്ത്രീകളാണ് ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് താമസിക്കുന്ന ആളുകൾ അല്ലേ? അപ്പൊ സ്ത്രീകൾ എന്ത് ചെയ്യുന്നു? ഒരുപാട് അവരെന്ത് ചെയ്യുന്നു? അഡ്ജസ്റ്റ് ചെയ്യുന്നു. നേരെ മറിച്ച് ഭർത്താവ് അവിടെ നിന്ന് പോകുന്നില്ല, ഭർത്താവ് ഭാര്യ വീട്ടിൽ താമസിക്കുന്നില്ല. അപ്പൊ ഹി ഹാസ് നോ ചാൻസ് ടു അഡ്ജസ്റ്റ്. പക്ഷെ ഈ വരുന്ന പെൺകുട്ടിക്ക് അവളുടെ ഇഷ്ടങ്ങൾ ആഗ്രഹങ്ങളൊക്കെ വേറെ ഉണ്ടാവും. പക്ഷെ ഷീ ഹാസ് ടു അഡ്ജസ്റ്റ്. അത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ഒരുപാട് കാര്യങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഇഷ്ടങ്ങൾക്ക്, താല്പര്യങ്ങൾക്ക്, ഒരുപാട് കാര്യങ്ങൾക്ക് പെൺകുട്ടി അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഞാനത് പറയുമ്പോൾ നിങ്ങൾ ഒരുപക്ഷെ വന്ന സമയത്ത് ഒരുപാട് പിന്നെ അത് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് അങ്ങനെ പോകും. അത് വേറൊരു ഫാക്ടർ. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. ഞാനേ ഇപ്പോ യെസ് 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 ഓക്കെ ഓക്കെ സഫീറ, കറക്റ്റ്. ഇപ്പൊ ഞാനേ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഞാൻ എഴുതാറുണ്ട്. അപ്പൊ ഇപ്പൊ ഞാനൊരു സാധനം ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ വരുന്ന ഒരു സംഭവമാണ്. നിങ്ങൾ ആരും പുറത്ത് പറയാനുള്ളതാണ്, കാരണം അത് വേറെ ആരെങ്കിലും അത് ഇപ്പൊ തൊട്ടുമില്ല. യെസ്, അപ്പോ ഒരു പെൺകുട്ടി വേണ്ട, കഥ മുഴുവൻ നേരം പോകും, നമുക്ക് പിന്നീട് പറയാം എപ്പോഴെങ്കിലും. ഓക്കെ, അപ്പൊ സാൻഡോ യുവർ കൺസെപ്റ്റ് അബൌട്ട് യുവർ വൈഫ്. ഓക്കെ, then I asked to Tyagarajan. Yes, sir. What is your concept about your wife? കൃഷിയെ സ്നേഹിക്കുന്നവരായിരിക്കണം, അങ്ങനെ വല്ലവർക്കില്ല? Yes, sir. കുന്നും മലയും കയറാൻ കഴിവുള്ളവരായിരിക്കണം. യെസ്. Just understanding my feelings, sir. Nothing. Just understand my feelings. Okay, okay, okay. Just understanding my feelings. Okay, പിന്നെ And supportive. And supportive. എനിക്ക് തോന്നുന്നു സാൻജോനേക്കാളും കുറച്ചുകൂടി സ്റ്റൈലായിട്ട് വരുന്നത്, കാരണം ഇതിനെ കുറിച്ച് ത്യാഗരാജൻ ചിന്തിച്ചിട്ട് പോകുന്നു. ത്യാഗരാജന്റെ ഉറക്കം വരാത്ത രാത്രികളിൽ എവിടെയൊക്കെ ഓർമ്മകളിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഓക്കെ, സപ്പോർട്ടീവ് ആയിരിക്കണം, അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കണം. ഓക്കെ, ഇനി വേറെ എന്തോ Minimum knowledge about cricket, sir. അതിപ്പോ കേട്ടില്ലേ മിനിമം നോളജ് അബൌട്ട് ക്രിക്കറ്റ്. ക്രിക്കറ്റിനെ കുറിച്ച് കുറച്ച് അറിഞ്ഞിരിക്കണം. യെസ്, നമ്മള് പറയാറില്ലേ, സ്നേഹിച്ച് കിപ്പിയെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയ കഷ്ണിയെ തടവി ജീവിക്കേണ്ടി വരും എന്ന് പറഞ്ഞ പോലെ ചിലപ്പോ വന്ന പെണ്ണ് ക്രിക്കറ്റ് ആയിരിക്കില്ല, അത് ഫുട്ബോളിന്റെ ആളായിരിക്കും. സാർ നമ്മുടെ നിവിൻ പോളിയുടെ ഫിലിമിലില്ലേ അത്ര ഇതാരാ ചോദിക്കില്ലേ? എനിക്ക് ഹിന്ദി നടന്മാരെന്ന് അറിയാൻ പാടില്ലെന്ന് പറഞ്ഞു അല്ലേ? യെസ്, ഓക്കെ 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 സൂര്യ. ഓക്കെ, ത്യാഗരാജൻ, യു കണ്ടിന്യൂ. വാട്ട് ഈസ് ഓക്കെ, അപ്പൊ അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കണം. പിന്നെ ഇപ്പൊ സാൻജോ പറഞ്ഞോണ്ട് സ്പോർട്സിനെ കുറിച്ച് അറിഞ്ഞിരിക്കണമെന്ന് പറഞ്ഞില്ലേ? ഇപ്പൊ സാൻജോന് സ്പോർട്സ് ഇഷ്ടമായതുകൊണ്ടാണ് അത് പറഞ്ഞത്. അതുപോലെ ത്യാഗരാജന് ഇഷ്ടപ്പെട്ട ഒരു ഫീൽ ഉണ്ടാവില്ലേ? സാറേ എനിക്കാ സാറേ സ്പോർട്സ്. You also like sports. Okay, very good. Any other concept about your cooking, sir? Cooking. You know about yes, cooking. Yes. Knowledge about cooking, അല്ലേ? ഭർത്താവിന്റെ മനസ്സിലോട്ട് കയറി പറ്റാനായിട്ടുള്ള ഏറ്റവും നല്ലൊരു മാർഗമാണ് നന്നായിട്ട് ഭക്ഷണം പാകം ചെയ്യാനായിരുന്നു. ഭർത്താവിന്റെ ഒന്നല്ല, ആ വീട്ടിൽ എല്ലാവരുടെ മനസ്സിലോട്ട് നല്ല ഭക്ഷണം പാകം ചെയ്യാൻ നമുക്ക് പെട്ടെന്ന് കയറി പറ്റാം. Yes. Okay. Sir, our Safira succeeded in that field, sir. Okay, Safira. Oh, yes, yes, yes. അതാണ് സഫീറ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതിട്ട് സഫീറക്ക് എന്താ പറയാ
വന്നോന്നുണ്ട്, പറയണമെന്നുണ്ട്, ഇങ്ങനെ അങ്ങനെ ഇഷ്ടപ്പെടുകയാണ്. യെസ്, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, അപ്പോ ത്യാഗരാജൻ, അപ്പൊ നമ്മൾ ഇത്രയും നേരം ചോദിച്ചപ്പോ ആൺകുട്ടികളോടാണ് ചോദിച്ചത്. ഇതിനകത്ത് കല്യാണം കഴിക്കാത്ത പെൺകുട്ടികൾ ആരാ ഉള്ളത്? സഫീറ? ഞാൻ കല്യാണം കഴിച്ചതാ. യെസ്, ഞാൻ അതിൽ ചോദിച്ചത് ഇതിന്റെ അകത്ത് ആരാണ് ഉള്ളതെന്ന് അറിയാമോ ചോദിക്കാൻ വേണ്ടി വരെയായിരുന്നു. മാരീഡ് അല്ലാത്തത് ആരാന്നാ ചോദിക്കണേ. ഓക്കെ 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 ഓക്കെ, യെസ്, ഓക്കെ സാൻജോ, യെസ്, എല്ലാവരും മാരീഡ് ആണ്. പിന്നെ അവരോട് പിന്നെ നമുക്ക് ചോദിക്കാൻ പറ്റില്ല. യെസ്, അപ്പൊ അതുകൊണ്ട് ആ ചോദ്യം നമുക്ക് ഒഴിവാക്കേണ്ടി വരും. യെസ്, ഓക്കെ, then I ask you, Tyagarajan, one more question. Tyagarajan ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റില്ല. Tyagarajan, what is the best? അപ്പൊ ത്യാഗരാജന് എത്ര വയസ്സായെന്ന് എനിക്കറിയുന്നില്ല. ഞാൻ എന്നാലും മനസ്സിൽ കണക്കൂട്ടിട്ട് 23 വിചാരിക്കുന്നു. 23 sir. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഇന്നത്തെ മൈ കാൽക്കുലേഷൻ ഇസ് വെരി റൈറ്റ്. ഞാൻ ഈ ഫോട്ടോയിൽ കണ്ട ഫിസിക്കൽ അപ്പിയറൻസ് വെച്ച് പറഞ്ഞതാണ്. What is the best gift that you have received the last 23 years? കഴിഞ്ഞ 23 വർഷത്തിനുള്ളിൽ ത്യാഗരാജൻ സ്വീകരിച്ചിട്ടുള്ള ഒരു നല്ല ഗിഫ്റ്റ്, ജീവിതത്തിൽ സ്വീകരിച്ച ഒരു ഗിഫ്റ്റ് ഏതാണ്? ഇത് ഞാൻ വേറെ ക്ലാസ്സിൽ ചോദിച്ചു കഴിഞ്ഞപ്പോ ആ കുട്ടി പറഞ്ഞു, സാറേ എനിക്ക് പറയാനുണ്ട്, എന്റെ ഭർത്താവ് ഗൾഫിലാണ്. അപ്പൊ എന്റെ ബർത്ത്ഡേയുടെ മുമ്പ് എന്നോട് പറഞ്ഞു, വാതിൽ തുറന്ന് വീടിന്റെ ഫ്രണ്ടിലോട്ട് വന്ന് നോക്കാൻ പറഞ്ഞു. അപ്പൊ വീട്ടിൽ ഞാൻ വന്ന് നോക്കിയപ്പോ ഒരു സ്കൂട്ടർ പുതിയത്. അപ്പൊ ഭർത്താവ് വിദേശത്തിരുന്നുകൊണ്ട് കൂട്ടുകാരനോട് പറഞ്ഞ് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് ഒരു വണ്ടി സംഘടിപ്പിച്ചു കൊടുത്തു, പുതിയത്. അപ്പൊ ആ കുട്ടി പറയുന്നത്, ദിസ് ഈസ് ദ ബെസ്റ്റ് ഗിഫ്റ്റ് ദാറ്റ് ഐ ഹാവ് എവർ റിസീവ്ഡ് ഇൻ മൈ ലൈഫ്. ഇത്രയും സർപ്രൈസിംഗ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് എന്റെ ജീവിതത്തിൽ ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല, ഒരിക്കലും പ്രതീക്ഷിച്ചു. കാരണം ഹസ്ബൻഡ് ഇസ് നോട്ട് ഹിയർ. യെസ്, അപ്പൊ ഞാൻ ഒരു ഐറ്റം പറഞ്ഞതാണ്, അല്ലെങ്കിൽ ഒരു വേ പറഞ്ഞതാണ്. അത് പോലെ എല്ലാവരും വേണ്ടി വേണമെന്നില്ല, നമുക്കൊരു പക്ഷെ ചെറിയൊരു കാര്യമായിരിക്കും. യെസ്, പറയും ത്യാഗരാജന്റെ ജീവിതത്തിൽ ഒരു ബെസ്റ്റ് ഗിഫ്റ്റ് കിട്ടി എന്ന് തോന്നിയ ഒരു നിമിഷം, ഒരു ദിവസം. അങ്ങനെ ഗിഫ്റ്റ് വന്നിട്ടില്ല അല്ലേ ത്യാഗരാജൻ? അതെ സർ. യെസ് സർ. ഓക്കെ, അപ്പോഴാണ് ത്യാഗരാജൻ ചിന്തിച്ചത്, എന്റെ ജീവിതത്തിൽ അതുപോലെ ഒരു ബെസ്റ്റ് ഗിഫ്റ്റ് വന്നിട്ടില്ല. അപ്പോ യെസ്, പേടിക്കേണ്ട ത്യാഗരാജൻ, ഓൺ ദി വേ സർ. നിങ്ങൾക്കൊരു ബെറ്റർ ഹാപ്പിനെ കിട്ടി കഴിയുമ്പോൾ that will be the best gift. അപ്പോ അന്ന് സൗകര്യമായിട്ട് വർത്തമാനങ്ങള് സാൻജോ പറയും, ഗിഫ്റ്റ് തരാൻ പറ്റിയ ആരും ജീവിതത്തിൽ ഇല്ലാന്ന്. ഓക്കെ സാൻജോ, അത് വരും, പേടിക്കണ്ട. യെസ്, അപ്പോ അന്ന് ഒരു വിഷയം ത്യാഗരാജന്റെ ബെറ്റർ ഹാപ്പിനോട് പറയും, പണ്ട് എന്നോട് ചോദിച്ചു ഒരു സാറ്, വിച്ച് ഈസ് ദി ബെസ്റ്റ് ഗിഫ്റ്റ് ദാറ്റ് യു ഹാവ് റിസീവ്ഡ്. പക്ഷെ ഇപ്പൊ ഞാൻ പറയുന്നു, ദാറ്റ് ഐ ഹാവ് റിസീവ്ഡ് ബെസ്റ്റ് ഗിഫ്റ്റ് എന്ന് പറയുന്നു. യെസ്, ഓക്കെ 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 ഓക്കെ, യെസ്. ആവട്ടെ, ഞാനിപ്പോ ഇങ്ങോട്ട് കോമഡി ആയിട്ട് പറയാവുന്ന ഒരു കാര്യം പറയാം. ഈ കല്യാണമൊക്കെ കഴിഞ്ഞ് നമ്മൾ സുഹൃത്തുക്കളെ കല്യാണം കഴിക്കില്ലേ, അപ്പൊ കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഒറ്റ ചോദ്യം, ഡയറക്റ്റ്. ഇപ്പൊ കല്യാണം കഴിഞ്ഞ് 2 or 3 അല്ലെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോൾ ചോദിക്കുന്ന ചോദ്യം, ഒറ്റ ചോദ്യം, ഒറ്റുത്തരം. കല്യാണം കഴിക്കാൻ വൈകിപ്പോയി എന്ന് തോന്നുന്നു അല്ലെങ്കിൽ നേരത്തെയാണെന്ന് തോന്നുന്നു? ഒറ്റ ചോദ്യം. അപ്പൊ അവര് പറയുന്നത്, മിക്കവരും പറയാൻ, വൈകിപ്പോയി, കുറച്ച് നേരത്തെ കല്യാണം കഴിക്കുന്നതായിരുന്നു എന്ന് പറയും. അത് കഴിഞ്ഞതിന് ശേഷം 2 വർഷം കഴിയുമ്പോൾ നമ്മൾ ഇതേ ചോദ്യം വീണ്ടും അവരോട് ചോദിക്കുന്നു. റിയാക്ഷൻ ഓപ്പോസിറ്റ് ആയിരിക്കും. ഓക്കെ സമീറ, അതുപോലെ വേണ്ട, ഇപ്പൊ വേണ്ടായിരുന്നു, കുറച്ചുകൂടി കഴിഞ്ഞിട്ട് മതിയായിരുന്നു എന്ന് പറയും. യെസ്, അത് ഞാൻ വളരെ രസകരമായിട്ട് ചോദിക്കാറുള്ള ചോദ്യമാണ്. എന്നത് നിങ്ങളോട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ വേണമെങ്കിൽ പരീക്ഷിച്ച് നോക്കിക്കോളൂ. ആരോടെങ്കിലും കല്യാണം 2ാമത് വർഷം എന്ത് തോന്നുന്നു? ഒറ്റത്തരം. കല്യാണം കഴിക്കാൻ വൈകിപ്പോയി എന്ന് തോന്നിയോ നേരത്തെയാണ് തോന്നിയത്? വൈകിപ്പോയി, നേരത്തെ ആവണമായിരുന്നു. യെസ്, ഓക്കെ ത്യാഗരാജൻ, അപ്പൊ യു ഹാവ് നോട്ട് റിസീവ്ഡ്. ഇനി ഈ ഇരിക്കുന്നതിൽ ആർക്കോടെങ്കിലും പറയട്ടെ, ദ ബെസ്റ്റ് ഗിഫ്റ്റ് ദാറ്റ് യു ഹാവ് റിസീവ്ഡ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സ്വീകരിച്ച ഒരു ബെസ്റ്റ് ഗിഫ്റ്റ് എന്ന് പറയാവുന്നത് എന്താണ്?
ആരുടെയെങ്കിലും ജീവിതത്തിലുണ്ടെങ്കിൽ ഇനി പറയാൻ അവസരം കിട്ടില്ല, കാരണം ലാസ്റ്റ് ക്ലാസ് ആണ്. യെസ്, ആർക്കില്ല. യെസ്, അപ്പൊ സഫീർ പറയുന്നു മൈ ഹസ്ബൻഡ് ഈസ് ദ ബെസ്റ്റ് ഗിഫ്റ്റ്. മൈ ബേബീസ് ആർ ദ ഗ്രേറ്റസ്റ്റ് ഗിഫ്റ്റ് ദാറ്റ് ഐ ഹാവ് എവർ റിസീവ്ഡ് ഇൻ മൈ ലൈഫ്. ഓക്കെ ഷബാന. യെസ്. ഓക്കെ സഫീറ. യെസ്. സന്യ പറയുന്നു മേ ബി മൈ മോ. മേ ബി അല്ല, മസ്റ്റ് ബി. യെസ്, അത് തന്നെയാണ് കേട്ടോ. മേ ബി എന്നുള്ളത് കളഞ്ഞേക്കാം, മേ ബി വേണ്ട, ഷുവർലി. ഓക്കെ 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 സന്യം. ആൻഡ് യുവർ മദർ. യെസ്. അപ്പൊ സന്യ പറയുന്നു ഹിസ് മദർ ഇസ് ദ ബെസ്റ്റ് ഗിഫ്റ്റ് ദാറ്റ് ഗോഡ് ഹാസ് ഗിവൺ ടു ഹിം. ഓക്കെ, അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിന് നിങ്ങളുടെ പക്കൽ എത്തണമെന്ന് വിചാരിച്ച സംഗതിയില്ല, അത് കറങ്ങി തിരിഞ്ഞ് നിങ്ങളുടെ അടുത്ത് തന്നെ വരും. നിങ്ങളുടെ പക്കൽ എത്തുന്നില്ല എന്ന് വിചാരിച്ചിട്ട് സംഗതി അതെങ്ങനെ പറ്റില്ല. ഒരു കഥ, അമ്മയെ പരിണയിച്ചൊരു കഥയുണ്ട്. അമ്മയുടെ വിവാഹം കഴിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഒരാൾ മാറിപ്പോയ ഒരു കഥ. ഗ്രീക്കില് ഓക്കെ 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 കീർത്തന സൂര്യ. യെസ്, അപ്പൊ നമുക്ക് പറയാം യു ഹാവ് റിസീവ്ഡ് ദ ബെസ്റ്റ് ഗിഫ്റ്റ്. ഓക്കെ, നമ്മളതിനെ കുറിച്ച് പറഞ്ഞു. ഇനി ആരാണ്? കൃഷ്ണ രാജേഷ്. ഓക്കെ കൃഷ്ണ. യെസ്, അത് തന്നെയല്ലേ എന്ന് എല്ലാരും വിളിക്കുമ്പോൾ നീ വരണ്ടല്ലോ, ലാസ്റ്റ് അല്ലേ. അപ്പൊ കൃഷ്ണക്ക് ഒരു ആഗ്രഹം ഉണ്ടാവാൻ ജോലി കിട്ടണമെന്ന്. അപ്പൊ എന്ത് ജോലി കിട്ടിക്കഴിഞ്ഞാലും കൃഷ്ണ ഞാൻ ജോലിക്ക് പോകും. കാരണം നമ്മൾ വിചാരിക്കുന്ന ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാവുക എന്നുള്ളതാണ്. അങ്ങനെ എന്ത് ജോലിക്ക് കിട്ടിയാൽ കൃഷ്ണ ജോലിക്ക് പോകും എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ കൃഷ്ണയുടെ മനസ്സിലൊരു ഡ്രീം ജോബ് ഉണ്ടാവും, ഒരു സ്വപ്നം കാണുന്ന ഒരു ജോലി ഉണ്ടാവും, അല്ലെങ്കിൽ വളരെ ഇഷ്ടപ്പെട്ട, വളരെ ആഗ്രഹിക്കുന്ന ജോലി ഉണ്ടാവും. അപ്പൊ ഞാൻ ചോദ്യം ഇതാണ്, വാട്ട് ഈസ് യുവർ ഡ്രീം ജോബ്? എന്താണ് സ്വപ്നതുല്യമായ എന്ത് ജോലി വേണമെന്നാണ് ആഗ്രഹിക്കുക? Sir, actually I have completed MCA. I already working in Technopark. Yes. So I have the dream version is only the team leader of the software technology. You want to be a team leader of the software technology. Very good, Krishna. Very good, very good. Okay, okay. Arya. It's not possible. Okay, Sir, okay. it's not possible. Why? It should be possible. Don't worry. Why? Because it's the switch on the many years, the year back on the. Okay. And you are too late in that field. Yeah, sir. Yes. ഇപ്പം റിസൈൻ ചെയ്തിട്ട് ഇപ്പൊ ഒരു 6 വർഷത്തോളമായി. Yes. Now you have no work. ഇനിയിപ്പോ അതിലോട്ട് പോവാൻ പറ്റൂല, അതുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും. Okay, very good. Okay. Don't be depressed. വന്ന് വീടും. Don't worry. Yes. Okay. Yes. അപ്പൊ നമ്മുടെ ആര്യ പോയ ആര്യനെ കാണുന്നില്ലല്ലോ. Yes, ആര്യ ഒരു വിചാരിക്കാം. Yes. Safira പറയുന്നു when you want something all the universe comes helping you to achieve it. Okay, Safira. Okay. I am going to work in UK. Unfortunately, not possible. Yes. Kirtana, പറഞ്ഞോളൂ Kirtana എന്നെ പറഞ്ഞോളൂ. Your dream job. എല്ലാവർക്കും ഉണ്ടാവില്ല സ്വപ്നതുല്യമായി. ഇനി എന്റെ ആഗ്രഹം ഏതെങ്കിലും ഒരു ഫോഴ്സിൽ ജോലി ചെയ്യണം ഞാൻ. എസ്പെഷ്യലി ഐ വാസ് വെരി ഫോണ്ട് ഓഫ് എയർഫോഴ്സ്. പക്ഷെ അങ്ങനെ എത്തിയില്ല. ഐ വാണ്ട് ടു വർക്ക് ഇൻ എ ഫോഴ്സ്. യെസ്. ഓക്കെ. ഓക്കെ കീർത്തന എത്തിയിട്ടില്ല. ഓക്കെ. യെസ്. സൗമ്യ. യെസ്. സഫീർക്ക് ഡോക്ടർ ആവണമെന്നായിരുന്നു ആഗ്രഹം. യെസ്. വാട്ട് ഈസ് യുവർ ഡ്രീം ജോബ്? കിട്ടിയ സ്വപ്നത്തിലൊരു ജോലി ഉണ്ടായിരുന്നു. But I didn't reach anywhere, sir. I did not try for that. Okay. Yes. Now I have ambition to
to go to a hospital administrator. Yes. And what was your dream job? What was? He said Uh, was okay, to become a bank employee, sir. to become a bank employee. Okay. Very good. Okay. അപ്പൊ നമുക്കത് പറ്റിയില്ലെങ്കിൽ നമുക്ക് സാധിക്കാതെ പോയത് നമ്മുടെ കുട്ടികളോട് നമുക്ക് സാധിച്ചെടുക്കാം. ഓക്കെ സൗമ്യ? Yes, sir. യെസ് ഓക്കെ അവരതിനെ പറ്റി ട്രെയിൻ ചെയ്ത് എവിടെയാണ് നമുക്കൊരു പാളിച്ച പറ്റിയത്? ഈ നമ്മുടെ ചെയ്യുന്ന അലക്സാണ്ടർ ജേക്കബ് സാറ് പറഞ്ഞിട്ടുള്ള ഒരു ടോക്കിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അലക്സാണ്ടർ ജേക്കബ് സാറിനെ കുറിച്ച് എംബ്യൂട്ടി ചെയ്തോളൂ സൗമ്യ. അലക്സാണ്ടർ ജേക്കബിനെ സാറിന് ഒപ്പം പരീക്ഷ എഴുതിയ ഒരു വേറൊരാളുണ്ട്. ഓക്കെ ഷബാന, ഡോണ്ട് വറി. യെസ്, ടു ബി എ ഡോക്ടർ. My dream job was to become a government employee. Okay, Sanila. Very good. Okay. Yes. Very good. അപ്പൊ ഞാൻ അതിൻ്റെ അകത്ത് എന്താ പറയാ, ഈ നേരത്തെ പറഞ്ഞതായിരിക്കും ചിലപ്പോ എന്റെ കയ്യിൽ 4 അപ്പോയിന്റ്മെന്റ് ഓർഡർ കയ്യിലിരിക്കും. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ എനിക്ക് അയച്ചിട്ടുള്ള. അത് ഞാനൊരു എന്റെ ചെറുപ്പകാലഘട്ടത്ത് ഞാൻ എല്ലാ ജോലിക്കും നമുക്ക് പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അത് ഞാൻ എൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് ഞാനത് സൂക്ഷിക്കുന്നുണ്ട്. യെസ്. അപ്പോ ഇവിടെ സനില പറഞ്ഞു ഐ വാണ്ട് ടു ഗെറ്റ് ആൻ ഗവൺമെന്റ് എംപ്ലോയി. അപ്പൊ സനിലക്ക് ജോലി കിട്ടിയിട്ട് വീണ്ടും ജോലിയുടെ ഓർഡർ വരട്ടെ. ആ ഓർഡറുകൾ ഭാവിയിൽ സനിലയുടെ കുട്ടികളെ കാണിച്ച് പ്രചോദിപ്പിക്കുക, അവരോട് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. അമ്മ നിസ്സാരക്കാരിയായിരുന്നില്ല, നോക്കൂ എന്ന് പറഞ്ഞിങ്ങനെ കാണിക്കുക. പക്ഷെ കഠിനമായിട്ട് അധ്വാനിക്കണം. ഇപ്പൊ പഴയതുപോലെയല്ല, ശരിക്കും കഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് വേറെന്താ കാര്യങ്ങൾ പറഞ്ഞു, എന്തെങ്കിലും കുറിച്ച് നമുക്ക് പറഞ്ഞു വന്നത് സൗമ്യ? ഡ്രീം ജോബിനെ കുറിച്ച് പറഞ്ഞു വന്നപ്പോഴും അതെ സർ, സൗമ്യായിരുന്നു. ഇതിനെ കുറിച്ച് പറഞ്ഞു വന്നത് ബാങ്ക് എംപ്ലോയിയുടെ കാര്യം പറഞ്ഞു. നമുക്ക് സാധിക്കാൻ പറ്റാതെ പോയി നമ്മുടെ കുട്ടികളിലൂടെ സാധിക്കാൻ പറ്റാതെ നോക്കാം. ഓക്കെ, പിന്നെ അവരുടെ ടേസ്റ്റ് കൊണ്ട് നോക്കണ്ട, നമ്മളൊന്നും അടിച്ചേൽപ്പിക്കണ്ട. അവര് ചിലപ്പോൾ വേറെ ലെവൽ തൊട്ടാണെങ്കിൽ അങ്ങനെ വിട്ടേക്കാം, നമ്മളൊന്നും അടിച്ചേൽപ്പിക്കില്ല. ഓക്കെ, വെരി ഗുഡ്. ഫാത്തിമത്ത്. My daughter becomes to like a soldier, sir. Yes, very good. Physically fit ആക്കുക. She likes soldiers very much. വെരി ഗുഡ്. അത് കഴിഞ്ഞതിന് ശേഷം NCC ഒക്കെ ഉള്ള സ്ഥലത്തേക്ക് ചേർക്കുക, കോളേജിലും സ്കൂളിലൊക്കെ ചേർക്കുക. എന്നിട്ട് അവിടെ എല്ലാം അതിൻ്റെ അകത്തൊക്കെ സജീവം. നിങ്ങളത് എറണാകുളം ഭാഗത്തേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ 8ലും 9ലും പഠിക്കുന്ന കുട്ടികൾ IAS ട്രെയിനിങ് പോകുന്ന കുട്ടികളുണ്ട്, അല്ലെങ്കിൽ അതിനും കൂടി ബേസ് ചെയ്ത ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല കാര്യങ്ങൾ, ഭയങ്കര പ്ലാൻഡ് ആണ് അതൊക്കെ. ഒരു 20 വർഷം കഴിയുമ്പോൾ എന്താവണം എന്നുള്ളത് അവർ ഇപ്പോഴേ കുട്ടികൾ അതേ രീതിയിൽ ട്രെയിൻ ചെയ്ത് എടുക്കരുത്. നമുക്കിത് പറഞ്ഞു തരാൻ ആരും ഉണ്ടായില്ല, നമ്മുടെ മാതാപിതാക്കന്മാർക്ക് ആ ഒരു ലെവൽ ഓഫ് തോട്ട് ഇല്ലാത്തതുകൊണ്ട് അതിനെ കുറിച്ച് പറഞ്ഞു തന്നില്ല. അപ്പോ ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ മാറി വരുന്ന കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ആളുകളുടെ ഒപ്പമാണ് നമ്മുടെ കുട്ടികൾ മത്സരിക്കാൻ ഇറങ്ങുന്നത്. യെസ്, അവിടെ നമ്മുടെ കുട്ടികൾ തഴയപ്പെടാതിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോഴേ തന്നെ അവരെ ട്രെയിൻ ചെയ്ത് ആ രീതിയിൽ മാറ്റിയെടുക്കും. യെസ്, ഓക്കെ, ഡോണ്ട് വറി. യെസ്, പറഞ്ഞോളൂ ഫാത്തിമത്തിന്റെ become a teacher. ഞാനത് ആരോട് വരുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുന്നു. ഞാൻ നേരത്തെ സൗമ്യനെ വിളിച്ചപ്പോഴും നേരത്തെ അത് മുമ്പ് സഫീനെ വിളിച്ചപ്പോൾ ഞാൻ വിചാരിച്ചത് ടീച്ചർ എന്ന് പറയും എന്നാണ് വിചാരിച്ചത്. ഓക്കെ, യു വാണ്ട് ടു ബിക്കം എ ടീച്ചർ, അതായത് നിങ്ങളുടെ ഡ്രീം ജോബ് അല്ലേ ഫാത്തിമത്തെ? യെസ്. ഇനിയും അത് നടക്കാൻ സാധ്യതയില്ലേ? Never. Yes. Okay, Safira. Very good. Okay, Fatima, your dream job was to become a teacher. Yes. Presently, what is your dream? What is your present dream? Present dream means I want to hospital administrator. You want to become an employee
and to get financially independent. Am I right? Yes. Yes. Okay. Yes. ഇപ്പൊ ആ ഡ്രീമിൽ നിന്ന് പോന്നു. ഇനി നമുക്ക് ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവാനായിട്ട് നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുന്നത്, അതിലേക്കാണ് ഞാനിപ്പോ ഫോക്കസ് ചെയ്യുന്നത്. യെസ്. ഞാൻ നേരത്തെ പറഞ്ഞു വന്ന കേസുകളാണ്. യെസ്. ഞാൻ സൗമ്യയോട് പറയാൻ വിട്ടുപോയി. അതായത് അലക്സാണ്ടർ ജേക്കബ് എന്നൊരു പേര് പറയും. ആ അലക്സാണ്ടർ ജേക്കബ് സാറിന്റെ കൂടെ IAS എഴുതിയേക്കുന്ന ഒരു വേറൊരു പുള്ളി സുഹൃത്തുണ്ട്. പുള്ളി 3 പ്രാവശ്യം എഴുതി 3 പ്രാവശ്യം തോറ്റു. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും പുള്ളി ഒരു പ്രാവശ്യം ഡൽഹി ചെന്ന് കഴിഞ്ഞപ്പോ അന്ന് 3 പ്രാവശ്യം എഴുതി തോറ്റ ആള് IAS കോച്ചിങ്ങിന്റെ ക്ലാസ് അവിടെ തുടങ്ങിയിരുന്നു. ധാരാളം കുട്ടികൾ അവിടെ പഠിക്കുന്നു. അപ്പൊ അലക്സാണ്ടർ ജേക്കബ് സാറ് അയാളോട് ചോദിച്ചു, എടാ നീ 3 പ്രാവശ്യം എഴുതി തോറ്റതല്ലേ, എന്നിട്ട് പിന്നെ നീയാണ് ഈ സ്ഥാപനം നടത്തുന്നത്? അപ്പൊ അദ്ദേഹം കൊടുത്ത മറുപടി, ഈ 3 പ്രാവശ്യം ഞാൻ തോറ്റു. അപ്പോഴാണ് എങ്ങനെയാണ് ഞാൻ തോറ്റത്, എന്തുകൊണ്ടാണ് ഞാൻ തോറ്റത് എനിക്ക് പിടികിട്ടിയത്. അതിന്റെ റൂട്ട് കോസ് എനിക്ക് പിടികിട്ടിയത്. അതുകൊണ്ടാണ് ഞാൻ ഈ ട്രെയിനിങ് ക്ലാസ് പഠിക്കുന്നത്. ഇപ്പോഴും ധാരാളം കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഞാൻ ധാരാളം കുട്ടികളെ പഠിപ്പിക്കുകയും. അപ്പൊ എനിക്കൊരു ഫാൾട്ട് പറ്റി. എവിടെയാണ് ആ ഫാൾട്ട് പറ്റി എന്നുള്ള കാര്യം ഞാൻ തിരിച്ചറിഞ്ഞപ്പോഴേക്കും വീണ്ടും എഴുതാൻ എനിക്ക് ചാൻസ് കിട്ടിയില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഞാനിപ്പോ ഇതിന്റെ സ്ഥാപനം നടത്തുന്നു. ഞാനിപ്പോ നേരത്തെ സൗമ്യനോട് ബാങ്ക് എംപ്ലോയി എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞത്, നമുക്കത് അവിടെ അച്ചീവ് ചെയ്യാൻ പറ്റാണ്ട് പോയ എവിടെയെങ്കിലും നമുക്ക് പറ്റിയേക്കുന്ന ഒരു ഫാൾട്ടാണ്, അല്ലെങ്കിൽ ഒരു സമയത്തിന്റെ അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിന്റെ അത് ആ ഫാൾട്ട് നമുക്ക് മനസ്സിലായില്ല. ആ ഫാൾട്ട് മനസ്സിലായി കഴിഞ്ഞാല് നമ്മുടെ കുട്ടികൾക്ക് ആ ഫാൾട്ടിൽ തന്നെ നോക്കാം. എപ്പോഴും ഉള്ളൊരു പ്രത്യേകത, എനിക്ക് എന്തറിയാമെന്നുള്ള അറിവ് മാത്രമല്ല, എനിക്കെന്തറിയില്ല എന്നും കൂടി നമ്മൾ അറിഞ്ഞിരിക്കുക. അതൊരു അറിവ് തന്നെയാണ്. നമ്മുടെ കഴിവിനെ കുറിച്ച് മാത്രമല്ല, നമ്മുടെ കഴിവില്ലായ്മ എവിടെയാ അത് ആരോടും പറയാനല്ല, നമുക്കറിയാൻ പറ്റണം. ഇന്ന സ്ഥലത്താവുമ്പോൾ എനിക്കത് പറ്റില്ല, അതിൻ്റെ അത് ഞാൻ ചിലപ്പോൾ വീക്കായി പോകും. പക്ഷെ മറ്റേ സംഗതിയില്ല, അല്ലാതെ എക്സ്പെർട്ടാണ് കേട്ടോ. ഓരോരുത്തരും ഒരു കാര്യത്തിൽ എക്സ്പെർട്ടായിരിക്കും, ഏതെങ്കിലും ഒരു കാര്യത്തിൽ, ഒരു ഫീൽഡിൽ. അത് 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 100% ഗ്യാരണ്ടിയാണ്. ചിലപ്പോ കണ്ണുകളില്ലാത്ത കുട്ടിയായിരിക്കും, പക്ഷെ പാടാൻ എക്സ്പെർട്ടായിരിക്കും. ഞങ്ങള് ഒരിക്കലും ഇവിടെ നമ്മുടെ ഈ കീഴ്മാട് ഭാഗത്ത്, ആലുവ കീഴ്മാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് അന്ധവിദ്യാർത്ഥികളുടെ ഒരു സ്കൂളുണ്ട്. അപ്പോ വേറൊരു പരിപാടിയുമായി ബന്ധപ്പെട്ട് ഞാൻ അവിടെ ചെല്ലേണ്ടി വന്ന സമയത്ത് അവിടെ കുട്ടികളുടെ പാട്ടിന്റെ പ്രാക്ടീസ് നടക്കിയിരുന്നു. അപ്പൊ ഈ കുറച്ചു നേരം വെയിറ്റ് ചെയ്തിരുന്നു. അപ്പൊ ഞാനിത് കേട്ടു. അപ്പൊ ഈ കണ്ണുകളില്ലാത്ത കുട്ടികൾ പാടുന്ന പാട്ടിന്റെ ആ ഒരു എന്താ ഫീല്. യെസ്. അപ്പൊ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞപ്പോൾ വേറൊരു സ്ഥലത്ത് വേറെ സംഗതിക്ക് എന്തോ കൂടുതലുണ്ടാവും. ഓക്കെ. അപ്പൊ നിങ്ങളുടെ കഴിവ് നിങ്ങൾ കണ്ടെത്താനായിട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കുട്ടികളിൽ ഉണ്ടാവുക കഴിവ്, അതും കൂടി കണ്ടെത്തി. യെസ്. അത് കണ്ടെത്തിയിട്ട് അതാണ് പ്രോത്സാഹിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് അവന് ചിലപ്പോൾ അത് അവന്റെ കരിയറായിട്ട് മാറും. ഒരു കരിയറായിട്ട് അത് മാറും. അത് ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് മാറും. നല്ല ശബ്ദമാണ്, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്, അവന്റെ തൊണ്ട കൊണ്ട് അവന് ജീവിക്കും. യെസ്. യെസ്. അപ്പോ ലോകത്ത് ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ള എല്ലാവരും ഫുൾ A+ നേടിയവരല്ല. ഞാൻ ആ വാക്ക് എടുത്തു പറയട്ടെ, ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ള എല്ലാവരും ഫുൾ A+ നേടിയവരല്ല. പരീക്ഷയിൽ ഫുൾ A+ നേടിയവരിൽ വളരെ കുറച്ച് ആളുകൾ ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളൂ. പക്ഷെ പരീക്ഷയിൽ ഫുൾ A+ നേടാത്തവർ പല ആളുകളുമാണ് ജീവിതത്തിൽ വിജയിച്ചത്. യെസ്. അപ്പോ ജീവിതത്തിലെ വിജയത്തെയും പരീക്ഷയിലെ വിജയത്തെയും രണ്ടായിട്ട് കാണുക. യെസ്. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ മക്കൾക്കുള്ള കഴിവുകൾ ഡെവലപ്പ് ചെയ്തെടുക്കുക ഇപ്പോഴാണ്. അവൻ അല്ലെങ്കിൽ അവൾ അതിൻ്റെ അകത്ത് എക്സ്പെർട്ട് ആയിക്കോട്ടെ, അതിൻ്റെ അകത്ത് പിന്നെ അവിടെ കവിച്ചു നോക്കാൻ വേറെ ആളുണ്ടാകില്ല, അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്താൻ വേറെ പറ്റില്ല. യെസ്. ആ രീതിയിൽ നിങ്ങൾ ചിന്തിക്കുക. ചെറിയ കുട്ടികളായിരിക്കും നിങ്ങൾ ഒബ്സർവ് ചെയ്യുക. മകൻ എന്നുള്ള രീതിയിലല്ല, നിങ്ങളുടെ മകനെ നിങ്ങൾ അറിയാലോ, അവന്റെ ഓരോ ഹൃദയമിടിപ്പിന്റെ വേഗത പോലും അറിയാവുന്നവരാണ് നിങ്ങൾ മക്കളുടെ. യെസ്. അപ്പോ അതിൽ നിന്ന് കണ്ടെത്തുക ഏതാണ് ആ ഒരു ലെവലിലോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ യെസ്, അത് ജീവിതത്തിലുള്ള വിജയത്തിന് അത് ഉപകാരപ്രദമാവും. ഓക്കെ. അപ്പൊ നമുക്കിനി അടുത്തത് ആരിലേക്കാണ് വരുന്നത്? ആര്യ വേണുഗോപാലിനെ വിളിച്ചിട്ട് കണ്ടില്ലല്ലോ ആര്യ? യെസ്. ആര്യ, വാട്ട് ഈസ് യുവർ ഡ്രീം ജോബ്? എന്താണ് ആര്യയുടെ സ്വപ്ന തുല്യമായ ഒരു ജോലി? എന്തായാലും ആഗ്രഹം എന്തായാലും എന്ത് ജോലി വേണമെന്നായിരുന്നു ആര്യക്ക് ആഗ്രഹം?
പഠിച്ചുകൊണ്ടിരുന്നപ്പോഴൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. അത് മനസ്സിലാ, അതിപ്പോ ചേർന്നതല്ലേ മോളെ, അതിനു മുമ്പ് ഒരാഗ്രഹം ഉണ്ടാവില്ലേ? യെസ്. അപ്പോ ടീച്ചർ. യെസ്, അപ്പൊ കറക്റ്റ്. യെസ്, ടീച്ചർ, ടു ബിക്കം എ ടീച്ചർ. ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. യെസ്. ആർച്ച ആർച്ച ആർച്ച. യെസ്. Sir. Okay. How are you, Archa? Fine, sir. Very good, very good. And Archa, you are using mobile phone, okay? Yeah, sir. ഞാൻ ചോദിക്കുന്നു. Okay. What is the most useful app on your mobile phone? ആർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യമെന്ന് തോന്നിയിട്ടുള്ള ആർച്ചയുടെ മൊബൈൽ ഫോണിലെ ആപ്പ് ഏത്? സഫീറ പറഞ്ഞു, ആർച്ചർ പറയും. What is the most useful app on your phone? Google Chrome. Google Chrome is your most apt app. Okay, very good, very good, very good. Okay, Arsha. So, one more question. Okay. What is your ideal way to relax? അതായത് ഒന്ന് റിലാക്സ് ചെയ്യണമെന്ന് തോന്നുമ്പോൾ ആപ്സ് ചിലപ്പോൾ കിടക്കും, ചിലപ്പോൾ TV യൂട്യൂബ് നോക്കും, ചിലപ്പോൾ മ്യൂസിക് കേൾക്കും. അപ്പൊ ഞാൻ ആർച്ച് ചോദിച്ചു, ചിലപ്പോൾ ഉറങ്ങും. വാട്ട് ഈസ് യുവർ ഐഡിയൽ വേ ടു റിലാക്സ്? Sir, play song. Music കേൾക്കും. To hear the music. Yeah. Yes. ആർച്ച് പാടുമോ? No, sir. പാടില്ല. പാടൂലേ? Yes. Very good, very good. Okay, Archa. Appa, your ideal way to relax is to hear the music. Yes. Okay. Very good, Archa. Very good, very good. Very good. Yes. ഇനി ആരാണ്? സരിത നായർ. Yes. Savita. Yes, sir. How are you, Savita? I'm fine, sir. Thank you, sir. Oh, very good, very good, very good. Yes. How are Do you, you sir? have a habit of drawing? Sorry, sir. Do you have the habit of drawing? വരയ്ക്കുക. No, sir. I don't have habit. Yes. I'm poor in drawing. Poor in drawing. Okay, Girdhara. Very good, very good, very good. Yes. Then, what is your favorite ice cream flavor? What But is your favorite ice cream flavor? chocolate flavor, sir. Chocolate. അപ്പൊ കീർത്തനക്ക് വാനിലയാണ്. Then, why did you like chocolate? Butterscotch, Safira. Butterscotch, Surya. Yes. Chocolate, it's not too sweet. So Yes. I like sweets, but it should not be too sweet. And it has a bitter flavor little bit. So that's why I like. Very good. Yes. So, what is your favorite food? My favorite food is biryani. Biryani. Which type of biryani you like most? Vegetables, sir. Vegetable biryani. Oh. Yes. You don't like mutton biryani, chicken biryani, beef biryani? I do like, but I like more. That's vegetable biryani. Usually vegetable I prefer. Yes, very good. Okay. Are you a coffee person or tea person? Coffee, sir. You are a coffee person. Okay. Safira Sadhyan. Coffee കുടിക്കുന്നവർക്ക് കൂടുതൽ സൗന്ദര്യം ഉണ്ടാവുമെന്നാണ് പറയുന്നത്. I think that you are very beautiful. Yes. Have you the habit of cooking? Yes, sir, I have. Okay, Girdhara. You have the habit of cooking. What are the items that you like to cook? I like to cook
Usually I like to cook chicken biryani. Chicken biryani. But You as don't there are so many sauces. Yes, okay. And then yeah, I like everything, sir. Okay, very good, very good. Okay, Savila, one more question. Savila, suppose that you are getting a 2 days leave or 3 days leave, where do you want to go? Which is your favorite holiday destination? My favorite holiday destination is my parents' house. My parents. I want to go to Mysore. My parents house. Okay. അതല്ലാതെ നമ്മൾ ടൂറിസ്റ്റ് പ്ലേസ് എടുത്തു കഴിഞ്ഞാല് Yeah, I want to go to Mysore. You want to go to Mysore? Yes. Mysore Zoo is very famous. Mysore Palace, that is also very famous. Safira പറയുന്നത് Safira wants to go to Wayanad. വയനാടാണ് സഫീറയ്ക്ക് ഇഷ്ടം. കുടകാണ് കീർത്തനയ്ക്ക് ഇഷ്ടം. Yes. Okay. Very good. Yes. Jammu Kashmir. Okay. ഫർസ് പറയുന്നു ജമ്മു കാശ്മീരിനെ കുറിച്ച് പറയുന്നത് ഭൂമിയുടെ സ്വർഗമുണ്ടെങ്കിൽ അതെവിടെയാണ്? ജമ്മു കാശ്മീർ എന്ന് പറയുന്നത് ഭൂമിയിലെ സ്വർഗമാണ് എന്ന് പറയുന്നത്. യെസ്. Okay. Fatima wants to go to Agra and to visit Taj Mahal. Yes. Okay. So you told that about your favorite food and favorite destination. Yes, Okay. sir. ഇനി അടുത്തത് ഫാരിസ് മോളോ? പോയി. ഹാരിസ് മോൾ ലെഫ്റ്റ് ആയി. ലെഫ്റ്റ് ആയി വിളിക്കുമ്പോൾ ലെഫ്റ്റ് ആയല്ലേ? യെസ്. വെരി ഗുഡ്. Jessica Jesse. Okay. Okay, Jessica. Don't worry. Okay. Safira, are you okay? Okay, sir. Okay. Very good. Okay. Yes. What is your big? What is your? Okay. I am going to ask you. Okay. And Safira, have you the habit of watching TV? Yes. Yes. Then my question is this: which is your favorite show? അങ്ങനെ ഫേവറേറ്റ് ഷോ ഒന്നുമില്ല. എന്നാലും കുറച്ചധികം നേരം സമയം കാണുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും ഷോ ഉണ്ടാവില്ലേ? ഫേവറേറ്റ് എന്ന് പറയാനില്ല, എന്നാലും തമ്മിൽ എനിക്കത് കാണാൻ ഐ ഡോണ്ട് ലൈക്ക് ഇനി എന്താ പറയാ ഡ്രാമ ഷോസ് ഒന്നും കോമഡി ഷോ ഒന്നും എനിക്ക് ഇഷ്ടമല്ല. കോമഡി. അപ്പൊ ശരിയാ, ഇഷ്ടമല്ല. ഐ വാച്ച് മൂവീസ്, ഓൾഡ് മൂവീസ്. Okay. You want to see old movies, അല്ലേ? Yes. Name the old movie that you have seen last. ഏറ്റവും അവസാനം കണ്ട ഓൾഡ് മൂവിയുടെ പേരെന്ന് പറയാം. ഓൾഡ് മൂവി ഞാൻ അടുത്ത് കണ്ടത് ദിലീപ്. അപ്പോ കീർത്തന ഏറ്റവും അവസാനം കണ്ട സിനിമയുടെ പേര് വെട്ടം എന്നാണ്. സനില ലൈക്സ് കോമഡി. സഫീറ കണ്ട I always watching Dilip movies. Repeated value movies are. Yes. Okay. അപ്പൊ സിനിമയുടെ പേര് ഓർമ്മയില്ല അല്ലേ? സിനിമയുടെ പേര് ഓർമ്മയില്ല. Yes. Okay. അപ്പൊ ഫാത്തിമത്തിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ എന്ന് പറഞ്ഞാല് വൈകിട്ട് എന്നുള്ളതാണ്. അപ്പോ സഫീറ, one more question. Do you like traveling? Yes. You want to work abroad? No. You want to work within Kerala or within India? Within Kerala. കേരളത്തിന്റെ വർണ്ണാഭയും കേരളത്തിന്റെ കാലാവസ്ഥയും കേരളത്തിനെയും ഉൾക്കൊള്ളുന്ന കേരളത്തിൽ ജീവിക്കാനാണ് ആർക്ക് താല്പര്യം? സഫീറക്ക് താല്പര്യം. അബ്രോഡ് പോവാൻ ഇഷ്ടമാണ്, കിട്ടിയാ പോകും. ഞാൻ ചോദിക്കാൻ പോയി അടുത്ത ചോദ്യം അതായിരുന്നു. വലിയൊരു ഓഫർ കൂടിയിട്ട് ഒരു ജോലി അബ്രോഡ് കിട്ടിയാൽ സഫീർ അത് വേണ്ടത്? ഓൾവേസ്, ഞാൻ എന്തായാലും പോകും. That was my question.
Yes. Okay. Very good. Have you the habit of reading books? Yes. Yes. Which type of books you want to read? Novel. You like novel? Yes. Romantic novels. Who is your favorite novelist? ഇങ്ങനെ ഒരു ഫേവറേറ്റ് നോവലിസ്റ്റ് ഒന്നുമില്ല. ഇല്ല. നോവലൊക്കെ കിട്ടിയ വായിക്കും. അങ്ങനെ വായിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു നോവലില് ഈവൻ നൗ നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കുന്ന പ്രസന്റില് ഈവൻ ഇൻ യുവർ മൈൻഡ് ആ നോവൽ ഖദീജ. റിട്ടൺ ബൈ നസീഫ് കാലയത്ത്. യെസ്. ഓക്കെ. വെരി ഗുഡ്. റാം കെയർ ഓഫ് ആനന്ദി. യെസ്. ഓക്കെ. ഹാവ് യു റെഡ് ദ നോവൽ നാലുകെട്ട്? നോ. ഹാവ് യു റെഡ് ദ നോവൽ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ? നോ. ഹാവ് യു റെഡ് ദ നോവൽ ദൈവത്തിന്റെ വികൃതികൾ? ബെന്യാമിന്റെ പുസ്തകങ്ങളെ. ഓക്കെ. ഞാൻ ചോദിച്ചത് മാത്രമേ. യെസ്, അത് എഴുമുഖത്തിന്റെ നോവലുകളാണ്. യെസ്. ഓക്കെ. ആദ്യമൊക്കെ വായിക്കാറുണ്ടായിരുന്നു. ഇപ്പൊ കൊറേ ഗ്യാപ്പ് വന്നു. ഇപ്പൊ വീണ്ടും തുടങ്ങിയതാ ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഒരു ദിവസം ഒരു പേജെങ്കിലും വായിക്കണം. അപ്പൊ ഞാൻ വായിക്കുന്ന കേസിനെ കുറിച്ച് ചോദിച്ചു. ഹാവ് യു ദ ഹാബിറ്റ് ഓഫ് റൈറ്റിംഗ് എനിത്തിങ്? ഇപ്പോഴില്ല, പണ്ടുണ്ടായിരുന്നു. സ്റ്റോറി ഞാൻ ചോദിക്കാൻ പോയതാണ്. കവിതയാണോ കഥയാണോ എന്ന് ചോദിക്കാൻ പോയതാണ്. സ്റ്റോറി എന്ന സ്വഭാവം ഉണ്ടായിരുന്നു അല്ലേ? ഷോർട്ട് സ്റ്റോറീസ്. അങ്ങനെ എഴുതിയ കഥകൾ എന്തെങ്കിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ? മാഗസീനില്, സ്കൂൾ മാഗസീനിൽ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ സഫീറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാരക്കാരിയല്ല. ഇത്രയും നന്നായിട്ട് നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞു? സബ് ജില്ല വരെ പോയിട്ടുണ്ട്. LP UP ടൈമിൽ. സബ് ജില്ല വരെ UP-യിലായിരിക്കും പോയാണ് ആളാണ് ഇരിക്കുന്നത്. എളിമ കൊണ്ടും വിനയം കൊണ്ടും അത് ഇതുവരെ പറഞ്ഞിട്ടതേ ഉള്ളൂ. ഈ അവസാന സമയത്താണ് സഫീർ എന്ന് പറഞ്ഞത്. യെസ്. ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു കുട്ടി, ഒരു 6-ാം പഠിക്കുന്ന കുട്ടി. അപ്പൊ ഞാനിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ കൊച്ചിങ്ങനെ വന്ന് വർത്തമാനമൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ, പക്ഷെ അതിന് നല്ലൊരു ബോധമുള്ള കൊച്ചാണ് ആലോചിച്ചത്. അപ്പൊ അതിനോട് ഞാൻ പറഞ്ഞേടാ, ഞാനൊരു കാര്യം ചിന്തിച്ചുകൊണ്ടിരിക്കട്ടെ. ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ വേർപിരിയാൻ പോയി. അപ്പൊ ഒരു വേർപിരിയിൽ നടക്കരുത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ? അപ്പൊ ആ കൊച്ചു അതിന് വേറെ കുഴപ്പമില്ല സാറേ, രണ്ടുപേരും ഒരാൾക്ക് നെഞ്ചുവേദനയുണ്ട്. അപ്പൊ ഒരാൾ പോകില്ലല്ലേ, പിന്നെ കുറച്ച് കഴിയുമ്പോൾ പിന്നെ പോകില്ല. അങ്ങനെ. പക്ഷെ ഇത് പറഞ്ഞത് ആരെയും പിടിക്കുന്ന കൊച്ചാണ്. ആരെയും പിടിക്കുന്ന കൊച്ച് ഒരു 11 വയസ്സുള്ളൂ. അതാണ് ഇങ്ങനെ പറയണത്. ഞാൻ പറഞ്ഞു നിന്റെ ഐഡിയ കൊടുക്കാം. അത് എല്ലായിടത്തും കാണണം നെഞ്ചുവേദന. നമുക്ക് നെഞ്ചുവേദന വേണ്ട, ഹാർട്ട് അറ്റാക്കും വേണ്ട. ഇതല്ലാതെ ഉള്ള വേറൊരു കാരണമാണ്. ഇവർ തമ്മിൽ പിരിയാതിരിക്കാൻ നമുക്ക് ഒരു ആരെങ്കിലും കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കൊള്ളാം, ആ കാരണം കൊണ്ടാണ്. അപ്പൊ നമുക്കതൊരു തോന്നണം, അങ്ങനെ ഒരു കാരണം. യെസ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് സഫീറ UP സ്കൂളിൽ പഠിക്കുമ്പോഴാണ് സബ് ജില്ലയിലേക്ക് പോയത്. അപ്പൊ അന്ന് എത്ര വയസ്സുണ്ടാവും? 12, 13, 14 വയസ്സുള്ളപ്പോഴാണ്. അപ്പൊ അപ്പൊ സഫീറ ഇപ്പൊ ഞങ്ങളുടെ കൺഗ്രാജുലേഷൻ. ഓക്കെ. വെരി ഗുഡ്. ഓക്കെ. ഇപ്പൊ ഈ ക്ലാസ്സിൽ കുറച്ച് പേരൊക്കെ എന്തെങ്കിലും അപ്പൊ കറക്റ്റ് ആയിട്ട് റിയാക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു. എന്തെങ്കിലും ഞാൻ പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ തിരക്കാണെങ്കിൽ ബുദ്ധിമുട്ടാണെങ്കിൽ സാർ ഇന്ന സ്ഥലത്തായിട്ടും പിന്നീട് വിളിക്കും എന്നുള്ള രീതിയിൽ പറയാം. റിയാക്ഷൻ ഉണ്ടായിരുന്നു. കുറച്ച് പേർക്ക് നല്ല അതിന് റെസ്പോണ്ടിങ് ആയിരുന്നു. പിന്നെ കുറച്ച് പേര് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇനിയിപ്പോ സാറിന് പല ചോദ്യങ്ങളൊക്കെ ചോദിച്ചു ഞാനിന്ന് ചമ്മണ്ടെന്ന് വിചാരിച്ചിട്ട് താല്പര്യമില്ലാഞ്ഞിട്ടല്ല, ഒരു പഠിക്കും അങ്ങനെ നിൽക്കുന്ന കുറച്ചു പേരുണ്ടായിരുന്നു. ഇനിവേ കഴിഞ്ഞ 6 മാസത്തെ നിങ്ങളുടെ പ്രകടനം വെച്ച് നോക്കുമ്പോൾ ദാറ്റ് വാസ് വെരി സൂപ്പർ. വളരെ മനോഹരമായിരുന്നു. ഈ 6 മാസം നിങ്ങൾ കാണിച്ച നല്ല മനസ്സിൽ ഒരിക്കൽ കൂടി നിങ്ങളോട് നന്ദി പറയുന്നു. എപ്പോഴെങ്കിലും നിങ്ങളുടെ കോൺവെക്കേഷൻ സെറമണിക്കൊക്കെ വരുന്ന സമയത്ത് നമുക്ക് നേരിട്ട് കാണാം. അപ്പൊ നേരിട്ട് പറയാ സാറേ, ഞാൻ HA12 ഉണ്ടായിരുന്ന ആളാണ്, ഞാൻ സഞ്ജോ, ഞാൻ ത്യാഗരാജൻ, ഞാൻ ആർച്ച, ഞാൻ കീർത്തന, ഞാൻ സൗമ്യ എന്നൊക്കെ പറയാം. അപ്പൊ അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് നേരത്തെ അവിടെ വെച്ച് കാണാം. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് പിന്നെ എപ്പോഴെങ്കിലും ഒക്കെ കാണുമ്പോൾ സാറേ എനിക്ക് ജോലി കിട്ടി, ഐ ആം അപ്പോയിന്റഡ് ഇൻ എ ഹോസ്പിറ്റൽ, അല്ലെങ്കിൽ ഐ ആം അപ്പോയിന്റഡ് ഇൻ ഗവൺമെന്റ് സർവീസ്. ഓക്കെ സൂര്യ, അങ്ങനെ പറയാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. അങ്ങനെ സാധിക്കുമ്പോഴാണ് എന്ത് മനസ്സിലാവുന്നത്, നിങ്ങൾ
വളരെ ഉയർന്ന